നമസ്കാരം. ഇന്ന് ഞാൻ ആധുനിക മലയാള കവിതയുടെ പ്രമുഖ കവിയായ വൈലോപ്പിള്ളി ശ്രീധരൻ മേനോൻ രചിച്ച മാമ്പഴം എന്ന ഹൃദയസ്പർശിയായ കവിതയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ഒരു അമ്മയുടെ സ്നേഹവും നഷ്ടബോധവും ഓർമ്മകളുടെ വേദനയും ചിത്രീകരിക്കുന്ന കവിതയാണ് മാമ്പഴം. ആദ്യത്തെ പഴം വിഴേ അമ്മതൻ മിത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ 4 മാസത്തിൻ മുമ്പിൽ ഏറെ നാക്കൊതിച്ചിട്ടി ബാലമാകണ്ടം പൂവേ തുണികൾ വിരിയവേ അമ്മതൻ മണിക്കുട്ടൻ പുതിരി കത്തിച്ചപ്പോൾ അമ്മലർ ചെന്നും നൊടി ചഹളാതിച്ചടുത്തെത്തി ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂവൊടിച്ചു കളഞ്ഞില്ലേ കുസൃതി കുരുന്നേ നീ മാമകണി വീഴുന്നേരം ഓടിച്ചെന്നെടുക്കേണ്ടോ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാനിട്ടല്ലേ പൈതലിൻ ഭാവം മാറി വന്ദനാംബുജം പാടി കൈതവം കാണാ കണ്ണുനീർ തടാകമായി മകണി പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാമ്പേഴും മലക്കുല എറിഞ്ഞു വെറും മണ്ണിൽ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദക്ഷണം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ തുങ്കമാങ്ങിനച്ചൂട തൈമാവിൽ മാരതാക കിങ്ങണി സൗഗന്ധികം സ്വർണമായി തീരും മുമ്പേ മാങ്കണി വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിൻ്റെ പൂവുയിൽ കൂടും വിട്ടു പരലോകത്തെ പൂങ്ങി വാനവർക്കാരോമലായി പാലിനെ കുറിച്ചുദാസീനനായി ക്രീഡാരസ ലീലനായി അവൻ വാഴെ അയൽപ്പക്കത്തെ കൊച്ചു കുട്ടികൾ ഉത്സാഹത്തോ ഡാവർതൻ മാവിൻ ചോട്ടിൽ കളി വീടുണ്ടാക്കുന്നു പൂവാലൻ കണ്ണാർ കണ്ണാ മാമ്പേഴും തരികെന്ന് പൂവാളും കോതിയോടെ വിളിച്ചു പാടിയിടുന്നു വസന്ത മഹോത്സവ മാണവർക്കെന്നാൽ അവൻ കഹന്ത കണ്ണീരിനാൽ അന്തമാം വർഷകാലം തന്നിരാവിൻ്റെ കരുടൽ മറ ചെയ്ത മണ്ണിൽ തൻ നിക്ഷേപിച്ചു മന്ദമാം ഏവം ചൊന്നാൽ ഉണ്ണിക്കൈ കെടുക്കുവാൻ ഉണ്ണി വായിക്കുന്നാൻ വേണ്ടി വന്നതാണീ മാമ്പഴം വാസ്തവമറിയാതെ പിണങ്ങിപ്പോയിടിലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണുങ്ങി ഉള്ളുവാൻ വരാറില്ലേ ഒരു തൈ കുളിർക്കാറ്റ അരികത്തണഞ്ഞപ്പോൾ അരുമ കുഞ്ഞിൻ പ്രാണൻ അമ്മയെ ആശ്രയിച്ചു. നന്ദി, നമസ്കാരം.